പ്രണയം, ചതി, പക, കൊലപാതകം എല്ലാ ചേരുവകളുമുള്ള ഒരു കൊലപാതകം. അതായിരുന്നു റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകം. 2018 ഏപ്രിൽ 27, സമയം പുലർച്ചെ 1:30 മണി. കിളിമാനൂരിനടുത്ത് മടവൂർ പടിഞ്ഞാറ്റിലയിലെ മെട്രാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ മുന്നിൽ ഒരു കാറ് വന്നു നിന്നു. സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഖത്തറിലുള്ള തന്റെ സ്ത്രീ സുഹൃത്തിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഉടമയായ പടിഞ്ഞാറ്റേല ആശാഭവനിൽ രാജേഷ്. നാവായിക്കുളം മുല്ലനല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവ പരിപാടിക്ക് പോയിട്ട് വന്നിരിക്കുകയായിരുന്നു അയാളും സുഹൃത്തും നൊസ്റ്റാൾജിയ എന്ന ട്രൂപ്പിലെ നാടൻ പാട്ട് കലാകാരനുമായ കുട്ടന്. ആ സമയത്ത് പുറത്ത് ഒരു കാറ് വന്നു നിന്നു. പള്ളിക്കൽ ഭാഗത്തു നിന്നായിരുന്നു ആ കാർ വന്നത്. കുറച്ചു നേരത്തിനുള്ളിൽ ആ കാറ് തുമ്പോട് ഭാഗത്തേക്ക് അതിവേഗം ഓടിച്ചുപോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർ വീണ്ടും സ്റ്റുഡിയോയ്ക്ക് മുന്നിലെത്തി. ആദ്യം നിർത്തിയ അതേ സ്ഥലത്ത് നിർത്തിയ കാറ് അല്പസമയത്തിനുള്ളിൽ പള്ളിക്കൽ ഭാഗത്തേക്ക് പോയി. 15 മിനിറ്റിനുള്ളിൽ വീണ്ടും തിരിച്ചു വന്നു. പലതവണ കാർ വന്നു നിൽക്കുകയും പോകുകയും ചെയ്തതോടെ ആരാണെന്നറിയാനായി സ്റ്റുഡിയോയ്ക്കകത്തുണ്ടായിരുന്ന കുട്ടൻ പുറത്തേക്കിറങ്ങി വന്നു. ചുവപ്പ് നിറത്തിലുള്ള ഒരു മാരുതി സ്വിഫ്റ്റ് കാറായിരുന്നു അത്. കാറിൽ നിന്ന് ആയുധങ്ങളുമായി ചാടിയിറങ്ങിയ മൂവർ സംഘം കുട്ടനെ വടിവാള് കൊണ്ട് വെട്ടി. കൈകൾ ഉയർത്തി കുട്ടൻ അത് തടഞ്ഞു. പക്ഷെ അയാളുടെ തോളിലും കയ്യിലും മാരകമായി വെട്ടേറ്റു. വെട്ടുകൊണ്ട കുട്ടൻ അലറിക്കരഞ്ഞുകൊണ്ട് ഇരുളിലേക്ക് ഓടിപ്പോയി. പുറത്തുനിന്ന് കുട്ടന്റെ നിലവിളി കേട്ട രാജേഷ് അന്ധാളിച്ചു നിന്നു. നിമിഷ നേരത്തിനുള്ളിൽ മൂവർ സംഘം വാതിൽ തള്ളി തുറന്ന് സ്റ്റുഡിയോയ്ക്കകത്തേക്ക് ഇടിച്ചു കയറി. വടിവാൾ കൊണ്ട് രാജേഷിനെ വെട്ടി വീഴ്ത്തി. അയാളുടെ കൈകളും കാലുകളും കൊത്തിയെരിഞ്ഞു. 15ഓളം വെട്ടുകൾ ഉണ്ടായിരുന്നു രാജേഷിന്റെ ശരീരത്തിൽ. വെട്ടുകൊണ്ട് അപ്പുറത്തുള്ള വീട്ടിലേക്ക് പോയ കുട്ടൻ ആൾക്കാരെയും കൂട്ടി തിരികെ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. വെട്ടേറ്റ രാജേഷ് അലറിക്കരഞ്ഞു. രാജേഷിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഖത്തറിലുള്ള ആ പെൺ സുഹൃത്ത്. അവരും അയാളുടെ ആ നിലവിളി കേട്ടു. അവിടെ എന്തോ അപകടം സംഭവിച്ചെന്നും അയാളെ ആരോ ഉപദ്രവിച്ചെന്നും അവർക്ക് മനസ്സിലായി. ആ സ്ത്രീ ഉടനെ തന്നെ രാജേഷിന്റെ നാട്ടിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് താനും രാജേഷും ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബഹളവും രാജേഷിന്റെ അലറിക്കരച്ചിലും കേട്ടെന്ന് പറഞ്ഞു. അയാളാണ് പോലീസിന് വിവരം അറിയിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. രക്തത്തിൽ കുളിച്ച രാജേഷും നിലത്ത് കിടപ്പുണ്ടായിരുന്നു. കുട്ടനെയും രാജേഷിനെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തുമ്പോഴേക്കും രാജേഷ് മരണപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട രാജേഷിന് ഭാര്യയും 5ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളും ഉണ്ടായിരുന്നു. അയാളുടെ മരണത്തോടെ ആ കുടുംബം അനാഥമായി. രാജേഷിനെ സ്വാലിഹ് മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ നേരിട്ട് കാണാനായി 26-ാം തീയതി പകൽ അപ്പുണ്ണിയും സ്വാലിഹും കൂടി മടവൂരിലുള്ള രാജേഷിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്തി രാജേഷിനെ കണ്ടു. അയാളോട് പറഞ്ഞത് തങ്ങൾ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്, അതിന്റെ കഥയും തിരക്കഥയും ഒക്കെ റെഡിയാണ്, അത് നിർമ്മിക്കാനുള്ള പണം താങ്കൾ മുടക്കണം. ഇങ്ങനെ സ്വാലിഹ് രാജേഷിനോട് പറഞ്ഞു. എനിക്ക് ചെന്നൈയിലെ ഒരു സ്കൂളിൽ ജോലി കിട്ടി, എനിക്ക് 28-ാം തീയതി ചെന്നൈയിലേക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഷൂട്ടിങ്ങിനൊന്നും സമയമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ. ഇങ്ങനെ രാജേഷ് സ്വാലിഹിനോട് മറുപടി പറഞ്ഞു. രാജേഷിന്റെ കയ്യിൽ നിന്ന് തന്നെ ഫോൺ വാങ്ങി സ്വാലിഹ് ആരെയൊക്കെയോ വിളിച്ചു. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് 3 മണി ആയപ്പോഴേക്കും സ്വാലിഹും അപ്പുണ്ണിയും കൂടി വള്ളിക്കീഴിലേക്ക് പോയി. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാജേഷ് ചെന്നൈയിലേക്ക് പോകും. ഇനി ഒരു ദിവസമേ മുന്നിലുള്ളൂ, അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അവനെ കൊല്ലണം. ഈ ഒരു തീരുമാനത്തിലെത്തി സ്വാലിഹും സംഘവും. അങ്ങനെയാണ് 27-ന് പുലർച്ചെ 1:30-യോടെ സ്വാലിഹും അപ്പുണ്ണിയും തൻസീറും കൂടി മടവൂരിലെ സ്റ്റുഡിയോയിലെത്തി രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. രാജേഷിനെ കൊലപ്പെടുത്താനായി കേരളത്തിലേക്ക് എത്താൻ സ്വാലിഹ് തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയായിരുന്നു. ഇന്ത്യയിലെ എയർപോർട്ടിലൂടെ വരികയാണെങ്കിൽ അതൊരു തെളിവാകും. അതുകൊണ്ട് തന്നെ അയാൾ ഖത്തറിൽ നിന്ന് നേരെ എത്തിയത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്കാണ്. മാർച്ച് 15-ാം തീയതിയായിരുന്നു അത്. കാഠ്മണ്ഡുവിൽ നിന്ന് പിറ്റേന്ന് ബസ്സിൽ ഡൽഹിയിലെത്തി. 3 ദിവസം ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ താമസിച്ചു. 19-ാം തീയതി ഫ്ലൈറ്റിൽ ബംഗളൂരുവിലെത്തി. ബംഗളൂരുവിൽ അപ്പുണ്ണിയും യാസീനും സ്വാതി സന്തോഷവും ഉണ്ടായിരുന്നു. അവരോടൊപ്പം 2 ദിവസം ബംഗളൂരുവിൽ തങ്ങി. 24-ാം തീയതി ബംഗളൂരുവിൽ നിന്ന് കാറിൽ വള്ളിക്കീഴിലുള്ള സനുവിന്റെ വീട്ടിലെത്തി. ശക്തികുളങ്ങരക്കാരനായ സനുവിന്റെ വാടക വീടായിരുന്നു അത്. അവിടെ 2 ദിവസം താമസിച്ചു. ഇവിടെ വെച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. സാത്താൻ ചങ്ക്സ് എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു ഇവരെല്ലാവരും. അപ്പുണ്ണിയായിരുന്നു ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ. വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ഒത്തുചേരൽ എന്നാണ് സനുവിന്റെ വീട്ടിലുള്ളവരോടും മറ്റും പറഞ്ഞത്. ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും പാട്ടുകാരായിരുന്നു. സ്വാലിഹിന് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ മറ്റൊരു പേരുണ്ട്, അലിഭായ്. എല്ലാ വർഷവും ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഒത്തുചേരുന്നൊരു പതിവുണ്ട്. 12ഓളം പേർ 2 ദിവസം സനുവിന്റെ വീട്ടിൽ മദ്യപാനവും പാട്ടുമൊക്കെയായി അടിച്ചു പൊളിച്ചു. ഇതിനിടയിലാണ് സ്വാലിഹും അപ്പുണ്ണിയും കൂടി രാജേഷിനെ കാണാനും പരിസരം വീക്ഷിക്കാനുമായി മടവൂരെത്തിയത്.
കൊല നടത്തിയതിനു ശേഷം അവിടെ നിന്നു രക്ഷപ്പെട്ട സ്വാലിഹും അപ്പുണ്ണിയും തൻസീറും വള്ളിക്കീഴിലുള്ള സനുവിന്റെ വീട്ടിൽ തിരിച്ചെത്തി. രക്തം പുരണ്ട വടിവാളുകളും വസ്ത്രങ്ങളുമെല്ലാം ഒരു കവറിനുള്ളിലാക്കി. അപ്പോഴേക്ക് നേരം വെളുത്തു തുടങ്ങിയിരുന്നു. വെളുപ്പിനെ തന്നെ അവർ ബംഗളൂരുവിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കവറിലുണ്ടായിരുന്ന വടിവാളുകളും വസ്ത്രങ്ങളും കരുനാഗപ്പള്ളി കന്നേറ്റിൽ കായലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ബംഗളൂരുവിലെത്തിയ സ്വാലിഹ് ഡൽഹിയിലേക്ക് പോയി. അപ്പുണ്ണിയാകട്ടെ ചെന്നൈയിലേക്കും പോയി. ഡൽഹിയിൽ നിന്ന് സ്വാലിഹ് 28-ാം തീയതി നേപ്പാളിലെ കാഠ്മണ്ഡുവിലെത്തി. അവിടെ നിന്ന് 31-ാം തീയതി ഖത്തറിലും. കൊല്ലം ഓച്ചിറക്കാരനായ അബ്ദുൾ സത്താർ വർഷങ്ങളായി ഖത്തറിലായിരുന്നു. അവിടെ അയാൾക്ക് ബിസിനസ്സാണ്. ഭാര്യയും മക്കളുമൊക്കെ അവിടെ തന്നെയാണ്. നൃത്താധ്യാപികയായ സത്താറിന്റെ ഭാര്യ അവിടെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് രാജേഷ് ഖത്തറിലെത്തുന്നത്. ഖത്തറിൽ റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുന്നതിനിടയിലാണ് സത്താറിന്റെ ഭാര്യയെ രാജേഷ് കാണാനിടയായത്. അവർ തമ്മിൽ സൗഹൃദത്തിലായി. ആ സൗഹൃദം മറ്റ് തലങ്ങളിലേക്ക് എത്തി. ഇത് സത്താർ അറിഞ്ഞു. പലതവണ അയാൾ ഭാര്യയെ വിലക്കി. രാജേഷിനോടും പലവട്ടം ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. പക്ഷെ രണ്ടുപേരും ഇത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ സത്താറിന്റെ കുടുംബത്തിൽ വഴക്ക് നിത്യസംഭവമായി. ഭാര്യ അയാളുമായി അകന്നു. ഇതിന്റെ എല്ലാം മാനസിക സമ്മർദ്ദത്തിൽ അയാൾ വല്ലാത്തൊരവസ്ഥയിൽ ജീവിച്ചു. ബിസിനസ്സിൽ അയാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയാതായി. അങ്ങനെ അയാളുടെ ബിസിനസ്സും തകർന്നു. ഇതിനിടയിൽ ഖത്തറിലെ ജോലി നഷ്ടപ്പെട്ട രാജേഷ് നാട്ടിലേക്ക് മടങ്ങി. ബിസിനസ് തകർന്ന സത്താർ പലർക്കും പണം കൊടുക്കാനുണ്ടായിരുന്നു. ചെക്കുകൾ മടങ്ങിയപ്പോൾ കേസ് കോടതിയിലെത്തി. അതോടെ അയാൾക്ക് നാട്ടിലേക്ക് വരാൻ കഴിയാതെ വിലക്കേർപ്പെടുത്തി. എല്ലാം കൊണ്ടും തകർന്ന സത്താർ രാജേഷും തൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഉറച്ചു വിശ്വസിച്ചു. രാജേഷിനോട് അയാൾക്ക് എന്തെന്നില്ലാത്ത പക തോന്നി. ആ പക രാജേഷിനെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം എന്ന തീരുമാനത്തിൽ അയാളെ കൊണ്ടെത്തിച്ചു. അങ്ങനെ അയാൾ തൻ്റെ കമ്പനിയിലെ ജീവനക്കാരനായ മുഹമ്മദ് സ്വാലിഹിനെ സമീപിച്ച് കാര്യം പറഞ്ഞു. എന്നാൽ സ്വാലിഹ് ആദ്യം അതിന് തയ്യാറായില്ല. അതോടെ സത്താർ വലിയൊരു ഓഫർ സ്വാലിഹിന് മുന്നിലേക്ക് വെച്ചു. കാര്യം നടത്തി കഴിഞ്ഞാൽ തൻ്റെ ബിസിനസ്സിൽ പങ്കാളിയാക്കാം എന്നൊരു ഓഫർ സത്താർ സ്വാലിഹിന് നൽകി. അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വമ്പൻ ഓഫർ തന്നെയായിരുന്നു. 1 രൂപയും മുടക്കാതെ വലിയൊരു ബിസിനസ്സിൽ പങ്കാളിയാകാനുള്ള ഒരു അവസരമാണ് തനിക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അതോടെ അയാൾ സമ്മതം മൂളി. സത്താറിന്റെ ശത്രുവിനെ ഇല്ലാതാക്കാൻ താൻ തയ്യാറാണെന്ന് സ്വാലിഹ് അറിയിച്ചു. പിന്നീട് കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. സ്വാലിഹ് നാട്ടിലുള്ള തൻ്റെ കൂട്ടുകാരനായ അപ്പുണ്ണിയോട് കാര്യങ്ങൾ പറയുകയും കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്തു. കൊല നടത്തിയത് കൊട്ടേഷൻ സംഘമാണെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ പ്രതികളിലേക്ക് എത്താൻ സഹായകമായ ഒരു തുമ്പും കിട്ടിയില്ല. ഒരു ചുവന്ന സ്വിഫ്റ്റ് കാറിലാണ് അക്രമികൾ എത്തിയത് എന്നുള്ളത് മാത്രമായിരുന്നു പോലീസിന്റെ മുന്നിലുള്ള പിടിവള്ളി. ഈ പിടിവള്ളിയിൽ തൂങ്ങിയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയതും കേസിന്റെ ചുരുളഴിച്ചതും. രാജേഷിനെ കൊലപ്പെടുത്തുന്നതിനായി പ്രതികളെത്തിയ കാറിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. രാജേഷിന്റെ ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചു. ആലപ്പുഴക്കാരിയായ ഒരു സ്ത്രീയുമായും രാജേഷിന് അടുപ്പമുണ്ടായിരുന്നു. പോലീസ് ആ സ്ത്രീയെയും കണ്ടെത്തി. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് പ്രധാന പ്രതിയായ മുഹമ്മദ് സ്വാലിഹിനെ ഖത്തറിൽ നിന്ന് ഒരാഴ്ചയ്ക്കകം നാട്ടിലെത്തിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആറ്റിങ്ങൽ DYSP P അനിൽകുമാറിന് കഴിഞ്ഞു. സത്താറിന്റെ ഭാര്യയും രാജേഷിന്റെ കാമുകിയുമായ സ്ത്രീയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടി. അബ്ദുൾ സത്താറിനെ കൂടാതെ കേസിൽ 11 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അബ്ദുൾ സത്താറിന് ഖത്തറിൽ നിന്ന് യാത്രാ വിലക്കുള്ളതിനാൽ അയാളെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് സ്വാലിഹ്, കായംകുളം സ്വദേശിയായ അപ്പു എന്ന അപ്പുണ്ണി, കരുനാഗപ്പള്ളിക്കാരനായ തൻസീർ, കുണ്ടറ സ്വദേശികളായ സ്ഫടികം എന്ന് വിളിക്കുന്ന സ്വാതി സന്തോഷ്, എബി ജോൺ, കൊല്ലം സ്വദേശി സനു സന്തോഷ്, ഓച്ചിറക്കാരൻ യാസീൻ, സുമിത്തിന്റെ ഭാര്യ ഭാഗ്യശ്രീ, എറണാകുളം സ്വദേശി സെബല്ല ബോണി, വർക്കല സ്വദേശിനി ഷിജിന ഷിഹാബ് എന്നിവരായിരുന്നു മറ്റു പ്രതികൾ. ഇതിൽ 4 മുതൽ 12 വരെയുള്ള പ്രതികളെ തെളിവില്ലെന്ന കാരണം പറഞ്ഞ് കോടതി വെറുതെ വിട്ടു. 2ാം പ്രതി മുഹമ്മദ് സ്വാലിഹിനും 3ാം പ്രതി അപ്പുണ്ണിക്കും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിനും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കേസിലെ പ്രധാന സാക്ഷിയും സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്ത കുട്ടൻ പിന്നീട് പ്രതികൾക്ക് അനുകൂലമായി മൊഴിമാറ്റി. വിചാരണയുടെ ആദ്യഘട്ടത്തിൽ കുട്ടൻ പ്രതികളെ തിരിച്ചറിയുകയും 2ഉം 3ഉം 4ഉം പ്രതികളായ മുഹമ്മദ് സ്വാലിഹും അപ്പുണ്ണിയും തൻസീറും ചേർന്ന് രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് കണ്ടെന്നുമായിരുന്നു കുട്ടന്റെ ആദ്യത്തെ മൊഴി. എന്നാൽ പിന്നീട് കൊലയാളികൾ മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് മൊഴിമാറ്റി. ആദ്യത്തെ മൊഴി പോലീസ് തന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്നും അയാൾ കോടതിയിൽ പറഞ്ഞു. 2019 നവംബർ 1-ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും മാവേലിക്കര കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടയിൽ 3ാം പ്രതി അപ്പുണ്ണി പോലീസുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു.
കോടതിയിലേക്ക് പോകുന്നതിനിടയിൽ അപ്പുണ്ണിക്ക് ഭക്ഷണം വാങ്ങി നൽകിയിട്ട് പോലീസുകാർ പണം നൽകുന്നതിനിടയിലാണ് അവരുടെ കണ്ണ് വെട്ടിച്ച് അപ്പുണ്ണി രക്ഷപ്പെട്ടത്. ഈ സംഭവത്തിൽ 2 പോലീസുകാർ സസ്പെൻഷനിലാകുകയും ചെയ്തു. പിന്നീട് ഇയാൾ ഒളിവിൽ കഴിഞ്ഞ കാക്കനാട്ടെ വീട്ടിൽ പോലീസ് എത്തി. പോലീസിനെ കണ്ട് നായ്ക്കളെ അഴിച്ചുവിട്ട് ഇയാൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആ ശ്രമം പരാജയപ്പെട്ടതോടെ കയ്യിലുള്ള എയർഗൺ കൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കി. പക്ഷേ പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി. കേരളത്തെ ഞെട്ടിച്ച കൊലക്കേസുകളുടെ കൂട്ടത്തിൽ കുപ്രസിദ്ധമായ ഒന്നാണ് റേഡിയോ ജോക്കി രാജേഷ് കൊലക്കേസ്.